എന്താണ് വൈക്കേഷൻ? വൈക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ യാത്ര പോകുന്ന സമയത്ത് നമ്മൾ ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ തീരുമാനിക്കും. ഊട്ടി, കൊടൈക്കനാൽ, ഹൈദരാബാദ് അങ്ങനെ കുറേ സ്ഥലങ്ങൾ തീരുമാനിക്കും. ആ സ്ഥലത്തേക്ക് യാത്ര പോകും. അവിടെയുള്ള മേജറായിട്ടുള്ള കാര്യങ്ങൾ കാണും, തിരിച്ചു വരും. എന്നാൽ വൈക്കേഷനിൽ ശരിക്കും നമ്മൾ യാത്രയുടെ പർപ്പസ് അനുസരിച്ചിട്ടാണ് യാത്ര തീരുമാനിക്കുക. അതായത് നമ്മൾ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് യാത്ര പോകുന്നത് എന്നുള്ള തോട്ടാണ് ആദ്യം നമ്മുടെ മനസ്സിൽ വരേണ്ടത്. അതായത് പലതരം പർപ്പസുകൾ അതിൻ്റെ പിന്നിലുണ്ടായിരിക്കാം. ചിലർക്കത് ഈ ഹീലിംഗ് ആയിരിക്കാം, ചിലർക്കത് ഡിജിറ്റൽ ഡിറ്റോക്സ് ആയിരിക്കാം, ചിലർക്കത് വർക്ക് പ്രഷറിൽ കുറച്ച് നാൾ മാറി നിൽക്കുക എന്നുള്ള ചിന്തയായിരിക്കാം, മറ്റ് ചിലർക്കത് ഡിജിറ്റൽ വേൾഡിൽ നിന്നുള്ള ഡിറ്റോക്സ് ആയിരിക്കാം. അങ്ങനെ പല പല റീസൺ അവർക്കുണ്ടായിരിക്കാം. ഇതെല്ലാം പർപ്പസായി വെച്ചുകൊണ്ടുള്ള വിവിധതരം യാത്രകൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നതിനെയാണ് വൈക്കേഷൻ എന്ന് പറയുന്നത്. അതായത് വെക്കേഷൻ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രാധാന്യം. എവിടെ പോകുന്നു എന്നുള്ളതല്ല പ്രാധാന്യം എന്നതാണ് ഈ കൺസെപ്റ്റിൻ്റെ ശരിക്കുള്ള അടിസ്ഥാനം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ലോകത്ത് ഇപ്പോൾ ഒരു മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്, ആൻറ്റി ഇൻസ്റ്റഗ്രാം മൂവ്മെൻറ്റ് എന്നാണ് അതിന് പറയുന്നത്. അതായത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനല്ലാത്ത ജീവിതം, അവനവൻ്റെ പ്രൈവസിക്ക് ഭയങ്കരമായിട്ട് വില കൊടുക്കുന്ന ജീവിതം ജീവിക്കുന്ന ഒരു ജനറേഷൻ ഡിസിഷൻ നമ്മൾ പാരലായിട്ട് പോകുന്നുണ്ട്. ആൻറ്റി ഇൻസ്റ്റഗ്രാം മൂവ്മെൻ്റ് എന്നാണ് പ്രധാനമായിട്ടും അതിനെ പറയുന്നത്. ഇൻസ്റ്റഗ്രാമിൻ്റെ ഷോ ഓഫ് കൾച്ചറിനെ എതിർത്തുകൊണ്ടാണ് ഈ ഒരു പ്രത്യേകിച്ച് യങ് ജനറേഷനിലുള്ള ആൾക്കാർ ഈ ഒരു മൂവ്മെൻറ്റിലൂടെ പോകുന്നത്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇവരും കൂടിയാണ് ഈ ഒരു വൈക്കേഷൻ്റെ ഇത്രയുള്ളൊരു സ്പ്രെഡിന് കാരണം. 2, 3, 4 ദിവസം കൂടുതലെടുത്ത് പർപ്പസ് അനുസരിച്ചിട്ട് യാത്ര ചെയ്യുന്ന ഈ ഒരു ട്രെൻഡിനെയാണ് നമ്മൾ ശരിക്കും എന്താ പറയുക, വൈക്കേഷൻ എന്ന് പറയാം. ഇത്രയേ ഉള്ളൂ. എനിക്ക് കേട്ടപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, നിങ്ങളുടെ അടുത്ത് പറയണം എന്ന് തോന്നി.